ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഈ ഒരു പ്രതിഷേധം രാജ്ഭവനിലേക്ക് നടക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിലും കണ്ടത്. ആ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. പോലീസ് പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് വാഹനത്തിലേക്ക് ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. കനത്ത പ്രതിഷേധം തുടരുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം നടക്കുന്നത്. രാജ്യമാകെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക് SFIയുടെ പ്രതിഷേധം നടന്നിരിക്കുന്നത്. നേരത്തെ തുടങ്ങിയ പ്രതിഷേധമാണ്. ഇപ്പോഴും SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അതിൽ പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കുകയാണ്. പോലീസ് നേരത്തെ ജലപിരകി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാനടക്കമുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. കനത്ത പ്രതിഷേധത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബാരിക്കേഡിന് മുകളിൽ കയറി അടക്കമുള്ള പ്രതിഷേധമായിരുന്നു കണ്ടിരുന്നത്. വനിതാ പ്രവർത്തകരടക്കമുള്ളവരെയാണ് ഇപ്പോൾ ബലം പ്രയോഗിച്ച് നീക്കുന്നത്. വലിച്ചേഴ്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. റിനു ശ്രീധർ നൽകുന്ന റിനു പ്രതിഷേധം തുടർന്നുകൊണ്ടിരിക്കുക തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകരെ വലിച്ചേഴ്ചു കൊണ്ടുപോകുന്നു. ബാരിക്കേഡ് മറികടക്കാനടക്കം പ്രതിഷേധം നടത്തിയിരുന്ന പ്രവർത്തകരെ ഇപ്പോൾ വനിതാ പ്രവർത്തകരടക്കമുള്ളവരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. തീർച്ചയായും SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ, അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു SFIയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് ആരോപിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ വലിയൊരു പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. ഏകദേശം 500ഓളം വിദ്യാർത്ഥികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവർ വന്ന് സമരസ്ഥലത്തെത്തിയുടൻ തന്നെ ബാരിക്കേഡുകൾ തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു. ബാരിക്കേഡുകൾ മറിച്ചിട്ടുകൊണ്ട് പോലീസിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഏകദേശം 5 റൗണ്ടോളം ജലപീരങ്കികൾ പ്രയോഗിച്ചു. തുടർന്നാണ് ഇവർ സമാധാനമായി ഒരു സ്ഥലത്തിരിക്കുകയും ഉദ്ഘാടനം കഴിയുകയും ചെയ്തു. സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉദ്ഘാടനം ചെയ്തതിനു ശേഷം വീണ്ടും ഈ പ്രകോപനം ഉണ്ടാകുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ബസ്സിലേക്ക് കയറ്റുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി എത്തി. തുടർന്നാണ് വീണ്ടും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അതിനുശേഷം SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്തപ്പോൾ വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുകയാണ്. പോലീസ് കൃത്യമായി തന്നെ ഇടപെടുകയും നിയന്ത്രണം പാലിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം ഇത്രയും വലിയൊരു പ്രതിഷേധവും പ്രകോപനവും ഉണ്ടായിട്ടും പോലീസ് ലാത്തി വീശുകയോ മറ്റൊരു നടപടികളിലേക്ക് പോവുകയോ ചെയ്തിട്ടില്ല. ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ മാറ്റിയിരിക്കുകയാണ്. റിനു, നേരത്തെ ഏകദേശം 1 മണിയോടുകൂടി പ്രതിഷേധം നടക്കുന്ന സമയത്ത് അവർ കുത്തിയിരുന്ന് സമാധാനപരമായി പ്രതിഷേധിക്കുന്നു.